നമസ്കാരം. രാഹുൽ മാങ്കുടത്തിനെതിരായ കേസുകൾ തല പൊക്കി തുടങ്ങിയ കാലം മുതൽ തന്നെ മാധ്യമ ജഡ്ജിമാർ തെളിവായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ചില സ്ക്രീൻഷോട്ടുകളാണ്. സ്നേഹത്തിലിരുന്നപ്പോഴും അല്ലാതെയുമെല്ലാം രണ്ടുപേർ തമ്മിൽ നടത്തിയ സ്വകാര്യ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ കാട്ടി രാഹുലിനെ കുറ്റവാളി എന്ന് വിധിച്ച് കുരിശിൽ തറയ്ക്കുകയായിരുന്നു അവർ. ഇപ്പോൾ ഫെനി നൈനാൻ, റിനി ആൻഡ് ജോർജിന്റെ പോരിലും ചില സ്ക്രീൻഷോട്ടുകൾ തന്നെയാണ് താരം. എന്തായാലും കേവലം കുറെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുടെ ബലത്തിൽ കേരളത്തിലെ ഒരു MLA-യെ മാസങ്ങളോളം സ്മാർത്ഥ വിചാരം ചെയ്യാൻ ഒരു മടിയും ചില മാധ്യമങ്ങൾ കാട്ടിയിട്ടില്ല. പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമായി അതിജീവിതകളെ തേടിയലഞ്ഞ ചില ചാനലുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. പരാതിയുള്ളവർ പോലീസിനെ ബന്ധപ്പെടുന്ന കാലമെല്ലാം മാറി ഇപ്പോൾ മാധ്യമങ്ങളെ ബന്ധപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. എന്തായാലും ഇത്തരം ചില വാട്സപ്പ് സന്ദേശങ്ങളുടെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ ശിക്ഷ വിധിച്ചവർക്ക് മുന്നിലേക്ക് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അന്ന് പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എത്ര ഫേക്ക് വാട്സപ്പ് ചാറ്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രസകരമായ പോസ്റ്റ് ആയിരുന്നു അത്. ചില സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു ആ പോസ്റ്റ്. ചാനലുകൾ പുറത്തുവിടുന്ന വാട്സപ്പ് ചാറ്റുകളിൽ പരാതിക്കാരില്ല എങ്കിൽ അത് വ്യാജമായി കരുതേണ്ടേ എന്ന സംശയവും ചോദ്യവുമാണ് അവർ ഇതിലൂടെ ഉയർത്തിക്കാട്ടിയത്. അതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഫേക്ക് ചാറ്റുകളാണ് അവർ പുറത്തുവിട്ടത്. ഈ കാണുന്ന സ്ക്രീൻഷോട്ട്സ് എന്താണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് സംഗീത ലക്ഷ്മണ അതിൽ ചോദിക്കുന്നു. ഇത് പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജനനേതാവ് സംഗീത ലക്ഷ്മണ എന്ന ഞാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട്സ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക. എന്നാൽ ഈ സ്ക്രീൻഷോട്ട്സ് എന്റെ വാട്സപ്പ് മെസ്സേജ് ബോക്സിൽ സംഭവിച്ച ചാറ്റ്സ് ആണ് എന്നൊരു അവകാശവാദം ഞാൻ എവിടെയും ഉന്നയിച്ചിട്ടില്ല. ഒരു പരാതിയും ഞാൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുത്തിട്ടുമില്ല. പിണറായി വിജയൻ എന്ന ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിന്റെ ബയോഡേറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരാ എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഇതാണ് സംഗീത ലക്ഷ്മൺ പറഞ്ഞു വെക്കുന്നത്. സംഗീത ലക്ഷ്മണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. മലയാള നാട്ടിലെ ആദരണീയരായ വാർത്താ മാധ്യമക്കാരെ, ഈ കാണുന്ന സ്ക്രീൻഷോട്ട്സ് എന്താണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഇത് പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജനനേതാവ് സംഗീത ലക്ഷ്മണ എന്ന ഞാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട്സ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക. എന്നാൽ ഈ സ്ക്രീൻഷോട്ട്സ് എന്റെ വാട്സപ്പ് മെസ്സേജ് ബോക്സിൽ സംഭവിച്ച ചാറ്റ്സ് ആണ് എന്നൊരു അവകാശവാദം ഞാൻ എവിടെയും ഉന്നയിച്ചിട്ടില്ല. ഒരു പരാതിയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും കൊടുത്തിട്ടില്ല. പിണറായി വിജയൻ എന്ന ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിന്റെ ബയോഡേറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരാ എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. എന്നിട്ടും പിണറായി വിജയനെയും മൂപ്പരുടെ പാർട്ടിയെയും ചവിട്ടിക്കൂട്ടാനും കൂട്ടത്തിൽ എന്റെ ലൈംഗിക അഭിരുചികൾ അടുത്തറിയാനും വേണ്ടി നീയൊക്കെ ഞരം വിളകി ക്യാമറയും തൂക്കിപ്പിടിച്ച് മൈക്കും താങ്ങിപ്പിടിച്ച് എന്റെ മുന്നിൽ വന്ന് നിന്ന് തന്നാൽ മുഖത്ത് ലിപ്സ്റ്റിക്കും പുട്ടിയും ഇരുന്നും നിന്നും ഞാൻ ശീലാവധി ചമയും. ചാരിത്ര പ്രസംഗം പറയും. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഒക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ഞാൻ സാരോപദേശം നടത്തും. ഇത് എന്റെ മാത്രം ഫൈറ്റ് അല്ല. ഇത് ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കന്യകമാർക്കും പതിവ്രതകൾക്കും വേണ്ടിയുള്ള ഫൈറ്റ് ആണ് എന്ന് ഞാൻ ആഹ്വാനം ചെയ്യും. പാതിരാത്രി ടെലിഗ്രാമും തുറന്നു വെച്ച് സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ടിനെ പിടിക്കാൻ അലഞ്ഞു തിരിയുന്ന എന്നെ പോലെയുള്ള യക്ഷികൾ നിനക്ക് ദേവതകളാണ്. ഞാൻ വീശിയിട്ട വലയിൽ വീഴുന്ന ലംബടന്മാർ നിനക്ക് വേട്ടക്കാരും. എന്റെ കൂടെ തുള്ളുന്ന നിന്റെയൊക്കെ രോഗം വേറെയാണ്. ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ട്സ് എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? ആരുമായി ആരൊക്കെ ചെയ്ത വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക്? ഏത് പാർട്ടിയിലെ ഏത് നേതാവിന്റെ പേര് ചേർത്ത് വെക്കുന്ന എത്ര സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക്? ഇനി അതല്ല, നിന്റെയൊക്കെ ചാനൽ മുതലാളിമാരുടെ മുഖം വെച്ചുള്ള സെക്സ്റ്റിംഗ് സ്ക്രീൻഷോട്ട്സ് സെറ്റാക്കി പോസ്റ്റ് ചെയ്യട്ടെ ഞാനിവിടെ. ഫീലിംഗ് നാണമില്ലോട് നിനക്കൊക്കെ? രാഷ്ട്രീയം പറയാടാ നീയൊക്കെ. അല്ലാതെ ഇത്തരം വർത്തമാനം കൂട്ടിക്കലർത്തി നാട്ടിലെ വാർത്താ പരിസരം സെപ്റ്റിക് ടാങ്ക് ആക്കരുത്. മലയാള നാട്ടിലെ ആദരണീയരായ വാർത്താ മാധ്യമങ്ങളോട് സംഗീത ലക്ഷ്മിയുടെ അഭ്യർത്ഥനയാണിത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, മാപ്പ്. താങ്കൾ രാജിവെക്കേണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.